ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി ഉണ്ടായെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളന റിപ്പോർട്ട്. പാർട്ടി നേതൃത്വം തിരുത്തണം, വിവാദ സർക്കാർ വകുപ്പുകൾക്കെതിരെയും വിമർശനം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തനത്തിലും ജില്ലാ സമ്മേളന റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേർന്നുണ്ട്. വിനീഷ്, കടുത്ത വിമർശനമാണ് ജില്ലാ റിപ്പോർട്ടിൽ ഉണ്ടാകുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലാണ് അല്ലെങ്കിൽ സംഘടനാ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഭരണ തുടർച്ചയുടെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു, ഒപ്പം തന്നെ സംഘടനയ്ക്ക് ദൗർബല്യം സംഭവിച്ചിരിക്കുന്നു എന്നീ കാര്യങ്ങളൊക്കെയാണ് പ്രവർത്തന റിപ്പോർട്ടിലുള്ളത്. ഒപ്പം തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെയും രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം വിവിധ വകുപ്പുകൾക്കെതിരെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. ഒന്നാമതായി ആഭ്യന്തര വകുപ്പിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൈയാളുന്ന വകുപ്പിനെതിരെയും വിമർശനം ഉയർന്നു. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഒരു വിമർശനം ഉയർന്നു. ഒപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പിനെതിരെ വിമർശനം ഉയർന്നു, ധനകാര്യ വകുപ്പിനെതിരെ വിമർശനം ഉയർന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിലെ പല റിപ്പോർട്ടുകളുടെയും അവതരണം. ഒപ്പം എടുത്തു പറയേണ്ടത്, സംസ്ഥാന സർക്കാരിനെ തന്നെ പാർട്ടി വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തന ശൈലി അത് തീർച്ചയായും വളരെ മോശമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ രൂപീകൃതമായിട്ടുള്ളത് എന്ന ആക്ഷേപം തന്നെ നേതാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണ നേട്ടം പറഞ്ഞ് അടുത്ത തവണ പാർട്ടിക്ക് മത്സരിക്കാൻ പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള ഭരണ തുടർച്ച അല്ലെങ്കിൽ ഭരണം എന്ന് തന്നെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ SFI ജില്ലാ നേതൃത്വത്തിനെതിരെയും SFI യൂണിവേഴ്സിറ്റി യൂണിയൻ നേതാക്കൾക്കെതിരെയും, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് അംഗങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ SFIയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നു. കോളേജുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സംഘടനകൾ SFIയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ സംഘർഷങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI ആണ് സൃഷ്ടിക്കുന്നത് എന്ന വിമർശനങ്ങൾ നേതാക്കൾ മുന്നോട്ട് വച്ചു. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നേതാക്കൾ പാർട്ടി വിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി വിമർശനങ്ങൾ തന്നെയാണ് ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും നാളെയും സമ്മേളനം തുടരുന്ന സാഹചര്യമാണ്. ഇന്ന് ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിച്ചതിലാണ് ഭരണ തുടർച്ചയിൽ നേതാക്കൾക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു, പാർട്ടി അണികൾ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ശരി, വിനീഷാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.